ഇന്ന് ഫെബ്രുവരി 8-ാം തീയതി. കൃത്യമായി പറഞ്ഞാൽ അടുത്ത മാസം നമ്മളെ കാത്തിരിക്കുന്നത് +2 പബ്ലിക് എക്സാമിനേഷൻ ആണ്. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ, എവിടെ നിന്നും പഠിച്ചു തുടങ്ങണമെന്ന് ആലോചിച്ച് നിൽക്കുന്നവർ, ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ ഈ ഒരു ടെൻഷനുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഇംഗ്ലീഷ് എക്സാമിനേഷൻ എങ്ങനെ നേരിടണമെന്ന് തന്നെ ബെസ്റ്റ് സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കറിയാം, നമുക്ക് ആദ്യം ഒരു തുടക്കമാണ് വേണ്ടത് അല്ലെ. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ആകെ 5 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. ഈ 5 യൂണിറ്റ്സിനകത്തുനിന്നും 16 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, 16 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 16 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിനകത്തുനിന്നും ഷുവറായിട്ടും വരുന്ന ചില പാഠഭാഗങ്ങളുണ്ട്. അതിനകത്ത് 5 പോയംസ് ഉണ്ട്. നമുക്ക് ആദ്യം അത് വെച്ച് തുടങ്ങാം. കാരണം ഒരു നല്ല കോൺഫിഡൻസ് ആണ് നമുക്ക് ആദ്യം വേണ്ടത്. പഠിച്ചു തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെയോ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യമാണ് നമുക്ക് വേണ്ടത് ആദ്യം. ആ കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോയംസ് ആദ്യം തന്നെ സെലക്ട് ചെയ്യുന്നത്. 5 പോയം അല്ലേ ഉള്ളൂ. ഈ ടെക്സ്റ്റ് മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ ഓരോ യൂണിറ്റിൽ നിന്നും ഓരോ പോയംസ് അല്ലെ. ഈ പോയത്തിൽ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില പോയംസ് ഉണ്ട്. അത് നമുക്ക് പറയാം ഏതൊക്കെയാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് നമ്മൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം നമ്മൾ പോയംസ് കംപ്ലീറ്റ് എന്ത് ചെയ്തു, പഠിച്ചു കഴിയുന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ, നമ്മൾ പറഞ്ഞിട്ടില്ലേ, നല്ലൊരു തുടക്കം ഉണ്ടെങ്കിൽ തന്നെ അത് പകുതി ജോലിയും തീർത്തു എന്നാണ് പറയാം. അത്രയും നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കും നമ്മൾ. ഓക്കെ, പിന്നെ ബാക്കി ചാപ്റ്റേഴ്സിലേക്ക് വരണം. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഡിസ്കോഴ്സസ് പഠിക്കാനുണ്ട് അല്ലെ, ചാപ്റ്റേഴ്സ് മനസ്സിലാക്കി വെക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗ്രാമറിന്റെ ഭാഗം പഠിക്കാനുണ്ട്. ഈ ഗ്രാമറിന്റെ കാര്യവും ഡിസ്കോഴ്സും ഫോമാറ്റുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ അത് വിട്ടേക്ക്. കാരണം നമ്മൾ ഈ മാരത്തോണുകൾ ക്ലാസ്സുകളിലും അതുപോലെ തന്നെ നമ്മുടെ ഈ കോണ്ടന്റ് ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇതെല്ലാം സാധനങ്ങൾ കിട്ടും. അപ്പൊ അത് നമ്മൾ ആ ഒരു സമയത്ത് പഠിച്ചാൽ മതി. നമ്മുടെ റൈറ്റിംഗ് സ്കില്ലും അതുപോലെ തന്നെ ചാപ്റ്റേഴ്സ് എന്തെല്ലാമാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ പോയംസ് എന്ന് പറയുന്നത്. ഈ പോയംസ് എന്ന് പറയുമ്പോൾ 5 പോയംസ് അല്ലെ. ഇതിനകത്ത് 2 പോയംസ് ഷുവർ ആയിട്ടും ചോദിക്കും. നമുക്ക് 5 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഷുവർ ആയിട്ടും ചോദിക്കുന്ന 2 പോയം ഉണ്ടാവും. ഈ 2 പോയത്തെ തന്നെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാം, ഉറപ്പായും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ഏറ്റവും അവസാനത്തെ 8 മാർക്കിന്റെ ഒരു ചോദ്യം. ഒരു പോയറ്റിക് ലൈൻസ് എന്നിട്ട് നമ്മൾ പഠിച്ച ഒരു പോയമായിട്ട് കമ്പയർ ചെയ്ത് അപ്രീസിയേഷൻ എഴുതാൻ വരുന്ന പോയം. അപ്പൊ ഈ പോയം പഠിച്ചാൽ നമുക്ക് ഇവിടെയും ഒരു വേസ്റ്റ് ആവുന്നില്ല. അത് കൃത്യമായിട്ട് നമുക്ക് അവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് മാത്രമല്ല, ഈ പോയമായി റിലേറ്റ് ചെയ്തിട്ട് വേറെയും ചോദ്യങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. സോ നമുക്കൊരു നല്ല ശതമാനം മാർക്ക് എവിടെ നിന്ന് കിട്ടും? ഷുവറായ മാർക്ക്. ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ച് കിട്ടാത്ത മാർക്കുകൾ നമുക്ക് ഈ 5 പോയംസ് പഠിക്കുന്നതോടെ കിട്ടും. കോൺഫിഡൻസ് ലെവലും ഉയർത്തും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കിയേക്കുക. കോൺഫിഡന്റ് ആയിരിക്കുക. നമുക്ക് ഇനിയും ശ്രമിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു പോയറ്റിക് സീരീസ് ആണ്. അല്ലെങ്കിൽ ഈ പറയുന്ന റിവിഷൻ സീരീസിൽ ആദ്യം നമ്മൾ പോയംസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഈ പോയംസിൽ ആദ്യം ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതുവരെ പഠിച്ച ഈ ഓഫർലി എക്സാമിനേഷൻ വരെ പഠിച്ചിട്ടുള്ള ഒരുപാട് പോയംസ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയാം. അതിനും വ്യത്യസ്തമായിട്ട് ഏറ്റവും സാധ്യത കൂടിയ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പബ്ലിക് എക്സാമിനേഷന് അല്ലെങ്കിൽ ഈ പറയുന്ന ഏറ്റവും ആഫേർലിക്ക് ശേഷമുള്ള ബാക്കിയുള്ള ഒരു പോമാണ് ദിസ് ഇസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന് പറയുന്ന ഒരു പോം. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആദ്യം തുടങ്ങാം. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇതുവരെ പരീക്ഷകൾക്കൊന്നും ചോദിക്കാത്ത എന്ന് വെച്ചാൽ നമ്മുടെ ആഫേർലി വരെ ചോദിക്കാത്ത ഒരു ലെഫ്റ്റ് ലോൺ ആയിട്ടുള്ള ഒരു പോമാണ്. സോ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ പബ്ലിക് എക്സാമിനേഷൻ വരുമ്പോൾ. ഓക്കെ, അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഈ പോം ആദ്യം തന്നെ നമുക്ക് നോക്കാം. ദിസ് ഇസ് ഗോയിങ് ടു ഹേർട്ട് ഇസ് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് is a humorous poem by Ogden Nash. ആ പോയിന്റിന്റെ പേര് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇതൊരു ഹ്യൂമറസ് പോയം ആണെന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് ദിസ് ഇസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന് പറയുന്നത് ഇത് പോയത്തിന്റെ പേരാട്ടോ. ടെക്സ്റ്റിലൊക്കെ തന്നിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ തന്നിട്ടുണ്ടാവും. നിങ്ങൾ അതിങ്ങനെ ആലോചിച്ച് ബേജാറാവുന്നതുകൊണ്ട് അതൊക്കെയാ പറയുന്നത്, ഒന്നുമില്ല. പോയത്തിന്റെ പേരാണ് ഞാൻ പറഞ്ഞത്, വലിയ പേര് അല്ലെ. ദിസ് ഇസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന് പറയുന്നത് പോയത്തിന്റെ പേരാണ്. ഇത് ചെറിയൊരു വേദന ആവുള്ളൂ മാഷേ എന്ന് പറയില്ല നമ്മൾ. ചെറിയൊരു വേദന ആവുള്ളൂ, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന ആവുള്ളൂ എന്ന് പറയില്ലേ, അതുപോലെ പറയാണ്. അതാണ് ടൈറ്റിൽ കേട്ടോ. ആരാണ് എഴുതിയത്? ഇതൊരു ഹ്യൂമറസ് പോയമാണ്, തമാശ പോയമാണ്. ആരാണ് എഴുതിയത്? ഓഗ്ഡൻ നാഷ് എന്ന് പറയുന്ന ആളാണ് എഴുതിയിട്ടുള്ളത്. സെറ്റയറാണ്, കോമഡി, എന്താണ്, തമാശയിലൂടെയാണ് കാര്യം പറയുന്നത് കേട്ടോ. ഇറ്റ് റെപ്രസെന്റ്സ് ദ എക്സ്പീരിയൻസ് of visiting a dentist in an exaggerated and hilarious manner. ഈ പോയം എന്താന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എൻ എക്സ്പീരിയൻസ് ആണ്, ഒരാളുടെ എക്സ്പീരിയൻസ് ആണ്. പോയറ്റിന്റെ തന്നെ ആവാം, ഒരു എക്സ്പീരിയൻസ് ആണ്. എന്തിന്റെ എക്സ്പീരിയൻസ് ഓഫ് വിസിറ്റിംഗ് എ ഡെന്റിസ്റ്റ്? ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് അദ്ദേഹം പോവാണ്. എന്തിനു വേണ്ടിയിട്ട്? പല്ല് കാണിക്കാൻ വേണ്ടി ആവില്ല ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോവാ അല്ലെ. അപ്പൊ അവിടെ ആ ഒരു പോക്ക്, ആ ഒരു വിസിറ്റ് അദ്ദേഹം എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് അറിയോ? എക്സാജറേറ്റഡ്. എന്താ എക്സാജറേറ്റഡ് എന്ന് പറഞ്ഞാല്, നമ്മൾ ഈ
കുറച്ച് വലിച്ചു നീട്ടി പറയാന്ന് പറയില്ല, വലിച്ചു നീട്ടി പറയില്ല, കുറച്ചുകൂടെ എന്താ പറയുക, എക്സാജറേറ്റ്, പെരുപ്പിച്ച് പറയാന്ന് പറയും മലയാളത്തിൽ, പെരുപ്പിച്ച് പറയുക, അതാണ് പെരുപ്പിച്ച് പറയുക. അതുപോലെ തന്നെ തമാശയിലും ഹിലാരിയസ് മാനറിലും പറയാൻ ചെയ്യും. നമ്മൾ ഇപ്പോൾ വേറെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്, എൻ്റെ മുത്തശ്ശിക്ക് ഈ കുന്നിൻ്റെ അത്രയും പ്രായമുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു 100 തവണ നിന്നെ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയില്ല നമ്മൾ. ഇതിനെ നമ്മൾ എന്താ പറയുക, ഹൈപ്പർ ബെല്ലെ അല്ലെങ്കിൽ ഓവർ എക്സാജറേഷൻ എന്ന് പറയും. ഇതേ സാധനം തന്നെയാണ് ഇവിടെ പോയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരു തമാശ ഉണ്ടാവും. അതാണ് ഈ ഓവർ എക്സാജറേഷന്റെ. ഒരു ആന എത്തുന്നുള്ള വിശപ്പുണ്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇതുപോലെ ഒരു ഓവർ എക്സാജറേഷൻ ആണ് പോയത്തിന്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്നുമില്ല, നമ്മളൊക്കെ സാധാരണ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് എന്താ, ഡെന്റിസ്റ്റ്. അല്ലെ, ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള അനുഭവം അദ്ദേഹം വളരെ രസകരമായിട്ട് ഈ പോയത്തിൽ പറയാണ്. ഓഗ്ഡൻ നാഷ്, മറന്നു പോകരുത്. നെക്സ്റ്റ്, the poet begins by saying that sitting in a dentist chair with mouth wide open is one of the most undignified situations in life. പോയറ്റ് പറയാണ്, ഒരു പോയം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്, എന്താണ്, ബൈ സെയിങ് ദാറ്റ് സിറ്റിംഗ് ഓൺ ഡെന്റിസ്റ്റ് ചെയർ, ഡെന്റിസ്റ്റിന്റെ ചെയറിൽ ഇരിക്കുക, അങ്ങനെ വായ തുറന്നു പിടിച്ചിട്ട് ഡെന്റിസ്റ്റിന്റെ ചെയറിൽ ഇരിക്കുക എന്ന് പറയുന്നതാണ് ഈ ലോകത്തിൽ ഏറ്റവും അൺഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന ഒരു, നമ്മുടെ വായ നമുക്ക് ഇങ്ങനെ ഒരാളുടെ മുമ്പിൽ, എനിക്ക് തന്നെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എൻ്റെ വായ തുറന്ന് കാണിക്കാൻ മടിയാവുന്നു അല്ലെ. അപ്പൊ അതുപോലെ നമുക്ക് എല്ലാവർക്കും മറ്റൊരാളുടെ മുമ്പിലേക്ക് നമുക്ക് അങ്ങനെ വായ തുറന്ന് പിടിച്ചിട്ട് ഇരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ഈ ഡോക്ടറിന് മുമ്പിൽ നമ്മളത് ഇരുന്നേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതിനെ അൺഡിഗ്നിഫൈഡ് സിറ്റുവേഷൻ ഇൻ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് അതാണ് പോയിന്റ് ഓർത്ത് വെക്കേണ്ടത്. നെക്സ്റ്റ്, ബട്ട് അവർ ഓൺലി ഹോപ്പ് ദെൻ ഇസ് ദാറ്റ് വി വോണ്ട് ഹാവ് ടു ഡു ഇറ്റ് അഗെയിൻ. പക്ഷെ നമ്മുടെ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതോടുകൂടി തീരണം എന്ന് വെച്ചാൽ ഇനി ഒരിക്കലും ഇങ്ങനെ ഇരിക്കേണ്ടി ആവശ്യം വരൂലല്ലോ, കാരണം ഇത് അവസാനത്തേതാണ് എന്നായിരിക്കും നമ്മുടെ ഒരു പ്രതീക്ഷ. ഡെന്റൽ ടോർച്ചർ ഇസ് ബോത്ത് മെന്റൽ ആൻഡ് ഫിസിക്കൽ. അദ്ദേഹം പറയാണ്, ഒരു പ്രാസം ഒപ്പിച്ചുകൊണ്ട് പറയാണ്, ഡെന്റൽ ടോർച്ചർ ഇസ് എ ടോർച്ചർ വിച്ച് ഇസ് ബോത്ത് മെന്റൽ ആൻഡ് ഫിസിക്കൽ. എന്ന് വെച്ചാൽ ഡെന്റൽ കൊണ്ടുണ്ടാവുന്ന ടോർച്ചർ, പീഡനം എന്താണ്, അത് മെന്റലി നമ്മളെ എഫക്ട് ചെയ്യും, ഫിസിക്കലി നമ്മളെ എഫക്ട് ചെയ്യും. നമുക്കറിയാം, പല്ല് കുറച്ചാളൊക്കെയുള്ള വേദനയും പ്രയാസവും ഒക്കെ നമുക്കറിയാം, മെന്റലി എഫക്ട് ചെയ്യും, അതുപോലെ തന്നെ ഫിസിക്കലി എഫക്ട് ചെയ്യും അല്ലെ. വൺ സോ ടെൻസ് ദാറ്റ് ദ ക്ലെഞ്ച്ഡ് ഫിസ്റ്റ് can even change the fortune lines on our palms. നേരത്തെ എക്സാജറേഷന്റെ കാര്യം ഞാൻ പറയുന്നത്. അദ്ദേഹം പറയാണ്, ഒരാൾക്ക് ആ ഡെന്റിസ്റ്റിന്റെ ചെയറിൽ ഇരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഫിസ്റ്റുകളൊക്കെ ഇങ്ങനെ ക്ലെഞ്ച് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവും, ഫിസ്റ്റുകൾ ഇങ്ങനെ ക്ലെഞ്ച് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഗർഭപാത്രത്തിൽ കുഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കുന്ന സമയത്ത് ഇയാളിങ്ങനെ കഷ്ടപ്പെട്ട് വേദന കൊണ്ട് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ പിടിച്ചിരിക്കുമ്പോൾ ഇയാളുടെ പേടി എന്താണെന്നറിയോ, എന്താണ്, അയാളുടെ ഭാഗ്യരേഖകൾ അല്ലെ, അല്ലെങ്കിൽ ഇയാളുടെ ലൈഫ് ലൈൻസ് എന്ന് പറയില്ലേ, ഈ പാമ്പിലുള്ള ലൈഫ് ലൈൻസ് എന്ന് പറയില്ലേ, ആ ഭാഗ്യരേഖകളൊക്കെ മാഞ്ഞു പോകുമോ, അല്ലെങ്കിൽ മറ്റൊരു രേഖ അതിന് സമാന്തരമായിട്ട് ഉണ്ടായി പോവോ, അങ്ങനെ അമർത്തി പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് എന്ന് അദ്ദേഹം സംശയിക്കുകയാണ്. തമാശ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ഇനി അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരാൾക്ക് സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പറ്റാന്ന് പോയത് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റാന്ന് ചോദിക്കുന്നുണ്ട്. ദ പോയറ്റ് കമ്പയർസ് ദ മൗത്ത് ടു എ റോഡ് ദാറ്റ് ഇസ് ബീങ് റിപ്പയർഡ്. സിമിലി ഉണ്ട് അവിടെ. എന്താ പറയുന്നത്, പോയറ്റ് ഈ നമ്മുടെ മൗത്തിനെ ഒരു റോഡുമായിട്ട് കമ്പയർ ചെയ്യുന്നു. റോഡ് പണി നടക്കുന്ന റോഡുമായിട്ട് നമ്മുടെ മൗത്തിനെ അദ്ദേഹം കമ്പയർ ചെയ്യുന്നുണ്ട്. The fearsome equipments used by the dentist is compared to concrete mixtures, drills and steam rollers. ഈ ഡെന്റിസ്റ്റ് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അദ്ദേഹത്തിന് കുറെ പമ്പ് ഉണ്ടാവും അല്ലെ, അങ്ങനെ കുറെ സാധനങ്ങളുണ്ടാവും, ഗ്രൈൻഡ് ചെയ്യുന്ന സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള സാധനങ്ങളെ, അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ എക്യുപ്മെന്റ്സിനെ ഒക്കെ ഇദ്ദേഹം കമ്പയർ ചെയ്യുന്നത്, പോയറ്റ് കമ്പയർ ചെയ്യുന്നത് എന്തുമായിട്ടാണ്, കോൺക്രീറ്റ് മിക്സ്ചേഴ്സ്. റോഡ് പണിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് മിക്സ്ചേഴ്സ്, അതുപോലെ തന്നെ സ്റ്റീം റോളേഴ്സ്, നമ്മളെ എഞ്ചിനില്ലേ, പപ്പുവിന്റെ എഞ്ചിന്, താമരശ്ശേരി ചുരം, ആ എഞ്ചിന്, അതുപോലെ തന്നെ ഏതാ ഡ്രിൽസ്, നിങ്ങൾക്ക് ഓർമ്മയില്ല, ഡ്രിൽസ്, ഇതാ ചിത്രത്തിൽ ഞാൻ കാണിച്ച ഡ്രിൽസ്, ഇത്തരത്തിലുള്ള ഡ്രില്ലുകളൊക്കെ ആയിട്ടാണ് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഡെന്റിസ്റ്റിന്റെ കയ്യിലുള്ള ഇത്തരത്തിലുള്ള ഒന്നുമല്ല, പക്ഷെ അതിനെ ഓവർ എക്സാജറേറ്റ് ചെയ്തിട്ട് ഇദ്ദേഹം പറയാണ് എന്താ, ഈ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള, ഈ ഡോക്ടറിന്റെ കയ്യിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഏതുപോലെയാണ്, ഈ പറയുന്ന കോൺക്രീറ്റ് മിക്സ്ചേഴ്സിനെ പോലെയും അതുപോലെ തന്നെ ഡ്രിൽസ് പോലെയും അതുപോലെ തന്നെ സ്റ്റീം റോളേഴ്സ് പോലെയൊക്കെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. ദേ ആർ ഇനഫ് ടു ഇറിക് എവ്രിവൺ. ഇതെല്ലാം മതി ഒരാൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ. ഇറക്ക് എന്ന് പറഞ്ഞാൽ ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ, ദേഷ്യം പിടിപ്പിക്കുക. ഈ ദേഷ്യം പിടിപ്പിക്കാൻ ഇത് തന്നെ മതി. ഓക്കെ, ഇനിയോ, ഈവൻ തോ യുവർ ടീത്ത് ആർ ബീങ് പോളിഷ്ഡ്. നമ്മളെ പല്ലുകൾ പോളിഷ് ചെയ്യുന്ന ഒരു സമയത്താണെങ്കിൽ പോലും, നമ്മുടെ പല്ലുകൾക്ക് നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് പോളിഷ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും, ഇറ്റ് ഫീൽസ് ലൈക്ക് ദാറ്റ്. നമുക്ക് തോന്നലുണ്ടാക്കും, എന്താ, ദേ ആർ ബീങ് ഡിമോളിഷ്ഡ്. ഡിമോളിഷ്ഡ് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക എന്നർത്ഥം. ഓക്കെ, പല്ലിന്റെ മേലെ പോളിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നും, എന്താ, ഇതെല്ലാം തകർത്ത്
പൊളിച്ചെടുക്കുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നതാണ് പോയിട്ട് പറയുന്നത്. ദ മോസ്റ്റ് ഫിയർഫുൾ ഫാക്ട് ഇസ് ദാറ്റ് ദ ഡെന്റിസ്റ്റ് ഈസ് ഡൂയിങ് ഓൾ ദീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മിറർ. ഇതിന് ഏറ്റവും ഭയങ്കര ഫിയർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ ഇതെല്ലാം ചെയ്യുന്നത് എന്തിന്റെ സഹായത്തോടു കൂടിയിട്ടാണ്? ഒരു മിററിന്റെ സഹായത്തോടെ. ശരിക്കും ആ മിറർ ഇങ്ങനെ തിരിച്ച് നമ്മുടെ മുഖത്തേക്ക് വെക്കും, നമുക്കിത് കാണാൻ വേണ്ടിയിട്ട് മിറർ വെക്കും. അപ്പൊ ഈ പോയിന്റ് തോന്നാണ് ഇയാൾ ഈ കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വലത്തുള്ളത് ഇടത്തും ഇടത്തുള്ള പല്ല് വലത്തും അല്ലേ പറിച്ചു പോവുക എന്നൊരു തോന്നൽ അദ്ദേഹത്തിന്. ടൈ കിട്ടുന്ന സമയത്ത് കണ്ണാടി നോക്കി കെട്ടിയാൽ തെറ്റിപ്പോവും. അതുപോലെ ഇദ്ദേഹം പല്ല് നോക്കിയിട്ട് പല്ല് അങ്ങനെ പറിക്കുകയാണെങ്കിൽ മാറിപ്പോവില്ലേ? അതാണ് എൻ്റെ ഏറ്റവും വലിയ ഫിയർ എന്ന് പോയിട്ട് പറയാണ്. ദെൻ there is a very chance for him to mix up the left and the right. ഞാൻ പറഞ്ഞു വലത്തുള്ളത് എടുത്തും ഇടത്തുള്ളത് വലത്തുമായിട്ട് പറിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണല്ലോ. He then compares the dentist to a bear. പിന്നെ അദ്ദേഹം ഈ ഡെന്റിസ്റ്റിനെ ഒരു ബെയറുമായിട്ട് കമ്പയർ ചെയ്യാണ്, ഒരു കരടിയുമായിട്ട് കമ്പയർ ചെയ്യാണ്. ഓക്കെ, who hauls and suffocates its prey. കരടിയുടെ സ്വഭാവം എന്താണ്? അതിന്റെ പ്രേസിനെ, അതിന്റെ ഇരകളെ അത് എന്ത് ചെയ്യും? എന്താ ചെയ്യാം? മോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിച്ച് ചീന്ത, മാന്ത അല്ലെ, അങ്ങനെ പിച്ച് ചീന്തുന്ന ആയ ഒരാളെ പോലെ, ഒരു കരടിയെ പോലെയാണ് ഇയാൾ. അല്ലെങ്കിൽ സഫോക്കേറ്റ് ചെയ്യുക, ശ്വാസം മുട്ടിക്കുന്ന ഒരു കരടിയെ പോലെയാണ് ഇയാളെ എനിക്ക് തോന്നുന്നത്. ആരെ എനിക്ക് തോന്നുന്നത്? ഈ പറയുന്ന നമ്മുടെ ഡോക്ടറെ, ഡെന്റിസ്റ്റിനെ. Then you think that everything is over. He coats your mouth with something awful. ഇതെല്ലാം കഴിഞ്ഞാൽ മൂപ്പർക്ക് ഒരു പരിപാടി ഉണ്ട്, ഒരു ക്ലെൻസിങ്, ഒരു വായിൽ എന്തോ സാധനം ഒഴിച്ചിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുക. അതെനിക്ക് തോന്നുന്നത് ഏറ്റവും ഓഫുൾ ആയിട്ടുള്ള, ഏറ്റവും വൃത്തികെട്ട ഒരു സാധനമായിട്ട്, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു സാധനം കൊണ്ടാണ് അത് ക്ലീൻ ചെയ്യുന്നതെന്നാണ് എനിക്ക്, കോട്ടിങ് ഉണ്ടാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, പല്ല് തിളക്കാൻ വേണ്ടിയിട്ട്, കോട്ടിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ പറയുന്ന കുതിരയുടെ എന്തല്ലേ കുളമ്പില്ലേ, ആ കുളമ്പിനെ പോളിഷ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ആ പോളിഷ് ചെയ്യുന്ന സാധനം കൊണ്ടാണോ എൻ്റെ പല്ല് പോളിഷ് ചെയ്യുന്നതെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. Again, you comfort yourself with the thought that it is only this once. അപ്പോഴും നമ്മൾ ആലോചിക്കുക എന്താണ്? ഈ ഒരു തവണത്തേക്കല്ലേ, അല്ലെ ഈ ഒരു തവണ മാത്രമല്ലേ ഉള്ളൂ, പ്രശ്നമില്ല, സഹിച്ചിരിക്കന്നെ. But just then he tells, അപ്പോഴാണ് മഹാൻ പറയുന്നത്, ഡെന്റിസ്റ്റ് പറയുന്നത് എന്താ? You to visit again after 3 months. കുഴപ്പമില്ല, ഒരു 3 മാസം കഴിഞ്ഞിട്ട് വന്ന് കാണിച്ചാൽ മതി കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മളാകെ തകർന്നു പോവാണ്. ദൈവമേ, ഇനിയും 3 മാസങ്ങൾക്കപ്പുറം ഞാൻ വീണ്ടും വരണോ? The poem ends with the thought that visiting the dentist is a vicious circle. ഈ പോയം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഈ ചിന്തയോട് കൂടിയിട്ടാണ്. ഈ ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞ ഒരു വൈഷ്യസ് സർക്കിൾ ആണ്, ഒരു ക്രൂവൽ ആയിട്ടുള്ള സർക്കിൾ ആണ്. യു ഗോ ടു എ ഡെന്റിസ്റ്റ് ടു കീപ് യുവർ ടീത്ത് ഇൻ എ ഗുഡ് കണ്ടീഷൻ. സത്യം പറഞ്ഞാൽ നമ്മളൊരു പല്ല് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുന്നത് എന്തിനാണ്? പല്ലിന് എന്തെങ്കിലും അസുഖം ഉണ്ടായാലാണ് പോവുക, അല്ലെ? അപ്പൊ ഡോക്ടർ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ആരോഗ്യത്തോടുള്ള പല്ലുകൾ വേണമെങ്കിൽ നിങ്ങൾ ഡോക്ടറെ ഇങ്ങനെ സന്ദർശിച്ചു കൊണ്ടിരിക്കണം എന്ന്. ഒരു കോൺട്രഡിക്ഷൻ എത്രയാണ്? സാധാരണ നമ്മൾ നന്നായിട്ട് പല്ല് കേൾക്കുന്നു, അല്ലെ? നമ്മൾ പല്ലുകളുടെ ആരോഗ്യം സൂക്ഷിക്കുന്നത് എന്തിനാ? ഒരിക്കലും ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ശരിയല്ലേ? അല്ലെ? പല്ല് പറിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയില്ലേ നമ്മൾ പല്ല് അങ്ങനെ കെയർ ചെയ്യുന്നത്. പക്ഷെ ഡോക്ടർ പറയുന്നത് എന്താണ്? പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യണം ഡോക്ടറെ എന്ന്. അതാണ് അദ്ദേഹത്തിന് ഒരു വൈഷ്യസ് സർക്കിൾ ആയിട്ട് തോന്നുന്നത്. അപ്പൊ ഇതിനകത്തൊന്നും ഒരു രക്ഷയില്ല, ഇതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും എന്ന് അദ്ദേഹം തോന്നുകയാണ്. ദ റീസൺ വൈ യു വാണ്ട് ടു കീപ് യുവർ ടീത്ത് ഇൻ ഗുഡ് കണ്ടീഷൻ ഇസ് ടു അവോയ്ഡ് വിസിറ്റിംഗ് എ ഡെന്റിസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഏത്? നമ്മൾ ശരിക്കും പല്ലുകളെ കെയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡെന്റിസ്റ്റിനെ ഒരിക്കലും പോയി കാണേണ്ടി വരരുത് എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെ? ബട്ട് ഫോർ ദാറ്റ് യു ഹാവ് ടു വിസിറ്റ് ഹിം. പക്ഷേ അദ്ദേഹം പറയുന്നു അതിനു വേണ്ടിയിട്ട്, ഹെൽത്തി ആയ പല്ലുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അദ്ദേഹത്തെ വിസിറ്റ് ചെയ്തേ പറ്റൂ എന്നാണ് ഡോക്ടർ പറയുന്നത്. യു ഗോ ടു എ ഡെന്റിസ്റ്റ് സോ ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു വിസിറ്റ് ഹിം അഗെയിൻ. നിങ്ങൾ ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകൂ, അതോട് കൂടിയിട്ട് നിങ്ങൾക്ക് പിന്നീട് ഒരിക്കലും ഒരു ഡെന്റിസ്റ്റിനെ കാണേണ്ടി വരില്ല. പക്ഷെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സംഭവമാണ്. അവിടെ നമ്മുടെ പോയം എന്ത് ചെയ്യാണ്? അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിന്ന പോയം, അല്ലെ? വളരെ ഈസിയാണ്. ഇതിനകത്തുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പ്രീസിഷനിൽ എഴുതുന്ന കുറച്ച് പോയിന്റ്സ് നമുക്കൊന്നുകൂടെ നോക്കാം. ദ പോയറ്റ് കോയിൻസ് സർട്ടൻ വേർഡ്സ്. പോയറ്റ് ചില വാക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനകത്ത് കേട്ടോ. ടു സൗണ്ട് archaic and bring some mock seriousness to the poem. Okay, ഒരു എന്താ പറയാ, നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വാക്കുകൾ ഇതിനകത്ത് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? കോയിൻ ചെയ്തിട്ട് ഓവർ എക്സാജറേഷൻ ഉണ്ടാക്കാനും ഒരു മോക്ക് സീരിയസ്നെസ് ഉണ്ടാക്കാനും ഇതിനകത്ത് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ദിസ് ആഡ്സ് ടു ദ ഹ്യൂമറസ് നേച്ചർ ഓഫ് ദ പോയം. ഇതൊക്കെ തന്നെയാണ് ഓവർ എക്സാജറേഷനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വാക്കുകളും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ നമ്മുടെ പോയത്തിനെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്, അതുപോലെ തന്നെ ഹ്യൂമറസ് ആക്കുന്നത്. Even though the rhyme scheme is not clearly defined, there are a lot of rhyming words in the poem like physical, mental, dental, which sounds humorous in the context. ആ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? ഫിസിക്കൽ, ഡെന്റൽ, മെന്റൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു താളമുണ്ട്.
പക്ഷെ കൃത്യമായിട്ടുള്ളൊരു റൈം സ്കീം ഒന്നും പോയത്തിനില്ല. അതും കൂടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഓർത്ത് വെച്ചാൽ റൈം സ്കീം ഇല്ല, പക്ഷെ ഇങ്ങനെയുള്ള ചില റൈമിംഗ് വേർഡ്സ് ഉണ്ട്, നല്ല കൃത്യമായ ഇടവേളകളിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. സിമിലീസ് ആർ യൂസ്ഡ് എഫക്റ്റീവ്ലി ടു ആഡ് ടു ദ ബ്യൂട്ടി ഓഫ് ആൻഡ് ദ ഹ്യൂമറും അതുപോലെ തന്നെ ബ്യൂട്ടിയും നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തുപയോഗിച്ചിട്ടുണ്ട്? സിമിലീസ് ധാരാളം ഈ പോയത്തിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ കഴിയാണ് നമ്മുടെ പോയം. ഈ പോയത്തിൽ ഇനി നിങ്ങൾക്ക് ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടൈറ്റിലിനെ ഒന്ന് ഞാൻ എന്താ പറയാ, ഈ ടൈറ്റിൽ എത്രത്തോളം സ്യൂട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെയും നിങ്ങൾക്ക് ഇതിന്റെ അപ്രീസിയേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണമെങ്കിൽ അപ്രീസിയേഷൻ ആണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടൈറ്റിലെ ക്വസ്റ്റ്യൻസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ, അപ്പോൾ എന്ന് വെച്ചാൽ പോയറ്റിക് ലൈൻസ് എന്നിട്ടായിരിക്കും ആ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഈ ടൈറ്റിലിനെ പറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ലൈൻസ് വന്നിട്ട് നിങ്ങളുടെ ചോദ്യം ഇതാണോ നിങ്ങൾക്ക് വേണ്ടത് എന്നത് നിങ്ങൾ താഴെ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇനിയും നിങ്ങൾ ഇതുപോലെയുള്ള സീരീസിൽ, പോയറ്റിക് സീരീസിലാണെങ്കിലും അല്ലാതെ വരുന്ന അതിനുശേഷം വരുന്ന കാര്യങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെയാണ് മക്കളെ വേണ്ടത്, നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രയർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമർ ആണെങ്കിലും അതുപോലെ തന്നെ ഡിസ്കോഴ്സ് ആണെങ്കിലും ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ആ ക്ലാസ്സുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുന്നതാണ്. ഓക്കെ, ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.